ഹായ് ബ്രോ, അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് കിട്ടുന്ന വിലയേറിയ സമ്മാനങ്ങൾ ടാക്സ് പേ ചെയ്യാറുണ്ടോ? ഇതാണ് എനിക്കൊരു ചോദ്യം എന്നതാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഒരു സഹായം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഒരാൾ എനിക്കൊരു 3 കോടിൻ്റെ ഒരു ഫ്ലാറ്റ് സമ്മാനമായത് തരികയാണ്. ഞാൻ അയാൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തതിൻ്റെ ഭാഗമായത് ഒരു പാരിതോഷികമായി തന്നെ എനിക്ക് തരിക, എന്തോ ആയിക്കോട്ടെ. അതിന് ഞാൻ തന്നെ വേറെ അപ്രോക്സിമേറ്റ്ലി 89,55,000 രൂപയെങ്കിലും ഞാൻ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഇതേ ഒരു ടിസ്റ്റ് ഇപ്പം നമുക്ക് പറയാം. ഞാൻ ഇതേ ഒരു ഫ്ലാറ്റ് എനിക്ക് എൻ്റെ ഒരു കല്യാണത്തിനാണ് ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഒരു ടാക്സ് പോലും, ഒരു രൂപ പോലും ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ തന്നെ അപ്പർ റിച്ച് കാറ്റഗറി ആളുകൾക്കിടയിൽ ഈ സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ച് തരാം. ഈ ഡെഫിനേഷൻ്റെ അകത്ത് പറയുന്നത് എന്തോ ആകട്ടെ, ഗോൾഡ് ആകട്ടെ, ഷെയർ ആവട്ടെ, പ്രോപ്പർട്ടി ഇമ്മൂവബിൾ ആവട്ടെ, നോൺ മൂവബിൾ ആവട്ടെ, ഏത് തരത്തിലുള്ളൊരു ഇതായാലും അത് ഗിഫ്റ്റിന് കൊടുക്കുക. അത് ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളത് 2 കണ്ടീഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പർ റിച്ച് കാറ്റഗറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആളുകൾക്കിടയിൽ എത്രത്തോളം ഇത് മുന്നോട്ട് പോകും, എന്തെല്ലാം തരത്തിലുള്ള കോടികളുടെ തിരിമറികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്.